നീതു നിത്യ ഞങ്ങൾ ഇറങ്ങും കേട്ടോ. ഞങ്ങളും കൂടി വരാമേ. എല്ലാരും കൂടെ കൊണ്ടുപോയാൽ ശരിയാകില്ല. നിങ്ങൾ വീടിന്റെ കോലം കണ്ടില്ലേ? വെള്ളം ഉറങ്ങിയെങ്കിലും എല്ലായിടത്തും അഴുക്ക. ഒത്തിരി ക്ലീനിങ് ലിക്വിഡ് ഒക്കെ വാങ്ങാനുണ്ട്. ദേ ഞാൻ അച്ഛനെ കൂടി കടയിലേക്ക് പോകുക. പിന്നെ ഞാൻ കുണുക്കിനെയും കൂടെ കൊണ്ടുപോകുന്നുണ്ട്. നിങ്ങൾ രണ്ടുപേരും ഇവിടെ അടങ്ങിയിരിക്കണം കേട്ടോ. അതിന് നീ വന്നില്ലെന്ന് ആര് പറഞ്ഞു? നിന്നെ ഞാൻ കൊണ്ടുപോകും. നീ ഇവിടെ നിന്നാൽ ശരിയാവില്ല. കുണിക്ക് വേണ്ട കേട്ടോ. ചേച്ചിമാർക്ക് ഒത്തിരി പഠിക്കാനുണ്ട്. വെള്ളപ്പൊക്കം എന്നൊക്കെ പറഞ്ഞേ ഒത്തിരി ക്ലാസ് പോയതാ. അതൊക്കെ ഇനി പഠിക്കണം. നിങ്ങളുടെ കളിയൊന്നും ചേച്ചിമാരുടെ അടുത്ത് വേണ്ട. രണ്ടുപേരും എന്റെ കൂടെ വന്നാൽ മതി. അവൾ ഇവിടെ നിക്കട്ടെ അമ്മേ. അത് വേണ്ട മോളെ. എന്നിട്ട് നിനക്ക് പറയാനല്ലേ കുണിക്കിനെ നോക്കിയത് കൊണ്ട് ഒന്നും പഠിക്കാൻ പറ്റില്ല, നോട്ട്സ് ഒന്നും എഴുതാൻ പറ്റില്ല എന്ന്. അങ്ങനെ വേണ്ട, നിങ്ങൾ രണ്ടും പഠിച്ചേച്ചാ മതി. ഒരു അരമണിക്കൂറത്തെ കാര്യമല്ലേ അമ്മേ? അമ്മ ദൂരെയൊന്നും അല്ലല്ലോ പോകുന്നേ. പോയിട്ട് വാ, ഞാൻ നോക്കിക്കോളാം കുണിക്കിനെ. നീ എങ്ങനെ നോക്കും? നിനക്ക് നക്ഷത്രയുടെ വീട്ടിൽ പോകണ്ടേ നോട്ട് വാങ്ങാനായിട്ട്? അതിവിടെ അടുത്തല്ലേ അമ്മേ? അതിനൊരു 5 മിനിറ്റ് മതി, ഞാൻ പോയിക്കോളാം. എങ്കിൽ ശരി, പറയാനുള്ളത് പറഞ്ഞു. ഞാൻ കുണുക്കനെയും കൊണ്ട് പോകുക. ഇതേ രണ്ടുപേരും ഇരുന്ന് പഠിക്കണം. കുണിക്ക് അവരെ ശല്യം ചെയ്യാതെ ടി വിയിൽ കാർട്ടൂൺ എന്തെങ്കിലും കണ്ടോണ്ടിരിക്കും കേട്ടോ. ഞങ്ങൾ ഇറങ്ങുന്നു. അതിന് അടിച്ചു പൊളിക്കാൻ ഇവിടെ ഒന്നും ഇല്ലല്ലോ. തിന്നാൻ പോലും ഒരു സാധനവും ഇല്ല. ഒന്നും ഇല്ലെന്നൊന്നും പറയണ്ട. അമ്മ രാത്രിയിലേക്ക് ഓവനിൽ ചിക്കൻ വെച്ചിട്ടുണ്ട്. നമുക്ക് അതെടുത്ത് കഴിക്കാം. ബെസ്റ്റ്. എന്നിട്ട് വേണം അമ്മയുടെ നിന്ന് കിട്ടാൻ. നമുക്ക് കുണിക്കിയുടെ പേര് പറയാം. കുണിക്ക് വിശക്കണമെന്ന് പറഞ്ഞ് കരഞ്ഞപ്പോൾ എടുത്ത് കൊടുത്തതാന്ന് പറയാം. എന്നിട്ട് പിന്നെ അത് കണ്ട് കൊതി വന്നപ്പോൾ നമ്മളും കൂടി തിന്നെന്ന് പറഞ്ഞാൽ പോരെ? എന്നാ നീ അമ്മയുടെ ഒപ്പം പൊക്കോ. ചെല്ലിതേ അമ്മ മുറ്റം വരെ എത്തിയിട്ടുണ്ടാവുള്ളൂ. അങ്ങനെ ആ വഴിക്ക് വാ. അപ്പം ആദ്യത്തെ കാര്യം ചിക്കൻ. അത് കഴിഞ്ഞിട്ട് നമുക്ക് തീരുമാനിക്കാം അമ്മ വന്നേ മുമ്പ് ഇവിടെ എങ്ങനെ അടിച്ചു പൊളിക്കണമെന്ന്. അതൊക്കെ വന്നപ്പോഴേ നോക്കി. ഐസ്ക്രീം ഒക്കെ തീർന്നു. ഞാൻ എന്തായാലും പോയി ചിക്കൻ എടുത്ത് വെക്കട്ടെ. എടി മുഴുവൻ തിന്നല്ലേ, അവിടെ നിൽക്ക്. ഓ എന്ത് ടേസ്റ്റ് അല്ലേ ചേച്ചി ചിക്കൻ. എടി നമ്മൾക്ക് 3 എടുത്താൽ മതി. ഇത് കുണുക്കൻ്റെ അല്ലേ? ഇത് കൊണ്ടേ ഓവനി വെക്കടി. എടി കള്ളിക്കുണക്ക് നിനക്ക് അതും കൂടി തിന്നാനാണോ? വേണ്ട കേട്ടോ. കുണുക്കന് വെച്ചില്ലെന്ന് പറഞ്ഞാൽ അമ്മ നമ്മളെ ശരിയാക്കും. നമുക്ക് ഓരോന്ന് തിന്നിട്ട് ഇത് കൊണ്ട് ഓവനിലേക്ക് തന്നെ തിരിച്ചു വെക്കാം. നല്ല ടേസ്റ്റ്. ഇത് കഴിച്ചിട്ട് വേണം ബൂസ്റ്റും കൂടി എടുത്ത് തിന്നാൻ. അതെന്താടി? ഓഹോ, അപ്പൊ ഈ ചിക്കൻ കട്ടുന്നതിന് അവർക്ക് ഒരു കുഴപ്പമില്ല. ബൂസ്റ്റ് എടുക്കണേനാ പ്രശ്നം. ബൂസ്റ്റ് അവളുടെ ആണല്ലോ. ആ വർത്താനം പറഞ്ഞോണ്ടിരിക്കാൻ എനിക്ക് സമയമില്ല. എനിക്ക് നക്ഷത്രയുടെ വീട്ടിൽ പോയി നോട്ട് വാങ്ങാനുണ്ട്. അയ്യോ, അപ്പൊ നിത്യ ചേച്ചി ഒറ്റക്കാവൂലേ? നിങ്ങൾ രണ്ടും പോയി നോട്ടൊക്കെ വാങ്ങിച്ചിട്ടോ. അവളുടെ വീട്ടിൽ ഇവിടെ അടുത്തല്ലേ. എനിക്കാണെങ്കിൽ ഓൺലൈൻ ക്ലാസ് ഉണ്ട്. വേഗം കഴിച്ചിട്ട് എനിക്ക് ഓൺലൈൻ ക്ലാസ്സിൽ കയറണം. എന്നാ കുണിക്ക് വേഗം തിന്നോ. കൊള്ളാലോ, രണ്ടിനും എന്താ സ്പീഡ്. എന്നാ നിങ്ങൾ വേഗം നക്ഷത്രയുടെ വീട്ടിൽ പോയിട്ട് വാ. ഓ, എത്ര നേരം ഇത് നടക്കുന്നു. ഒരു സ്വർണ്ണമാല പോലും മോഷ്ടിക്കാൻ പറ്റിയില്ല. ഈ പ്രദേശത്തൊന്നും ആരും ഇല്ലെന്നാ തോന്നുന്നേ. ഈ വീട് കണ്ടിട്ട് നല്ല കാശുള്ള വീടാണെന്ന് തോന്നുന്നു. ഒന്ന് കയറി നോക്കിയാലോ? ആരെങ്കിലും ഉണ്ടാകോ? അതോ എല്ലാരും ജോലിക്ക് പോയി കാണുമോ? വിളിച്ചു നോക്കാം. ജോലിക്ക് പോയെങ്കിൽ സംഗതി എളുപ്പമാകും. ആരെങ്കിലും ഉണ്ടോ? CCTV ഒന്നും ഇല്ല. ഭാഗ്യം. ചേച്ചി 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 ചേച്ചി, ഇതൊരു കുട്ടിയാണല്ലോ. ആരാ? മനസ്സിലായില്ല. എന്ത് വേണം? അത് മോളെ, ഈ ആനന്ദിന്റെ വീട് എവിടെയാ? ആനന്ദോ? എനിക്കറിയില്ല അങ്കിൾ. അയ്യോ മോളെ, ഞാനിവിടെ പുതിയതാണല്ലോ. ആനന്ദിന്റെ വീട് അന്വേഷിച്ച് വന്നതാ. വഴിയൊന്ന് പറഞ്ഞു തരാമോ? അയ്യോ, അങ്ങനെ ഒരാളെ എനിക്ക് അറിയില്ല അങ്കിൾ. ഒരു കാര്യം ചെയ്, മോള് വീട്ടിനകത്തുള്ള അച്ഛനോടോ അമ്മയോടോ ചോദിക്കും. അവര് പറഞ്ഞു തരും. അതിനിവിടെ ആരും ഇല്ലല്ലോ. ആരുമില്ലേ? അയ്യോ, എല്ലാരും എവിടെ പോയി? അതെന്തിനാ അങ്കിൾ അറിയണേ? ഇവിടെ ആരുമില്ല ചോദിക്കാൻ. അങ്കിള് പോയിക്കോ. പിന്നെ ഈ ആനന്ദിനെ ഒന്നും എനിക്കറിയില്ല. ഈ ഏരിയയിൽ അങ്ങനെ ഒരാളില്ല. ശരി മോളെ, അങ്കിള് പോകുക. അല്ല മോളെ, ഒന്ന് നിന്നേ. എന്താ അങ്കിളെ? ആനന്ദിനെ അന്വേഷിച്ച് ഒത്തിരി നേരമായി മോളെ. ഞാൻ നടക്കുന്നു. വല്ലാത്ത ദാഹം. ഒരു ഗ്ലാസ് വെള്ളം എടുത്ത് തരാമോ? അതങ്കിളെ. പ്ലീസ് മോളെ, അങ്കിളി പുറത്ത് നിൽക്കാം. ഇങ്ങോട്ടൊന്ന് എടുത്തോണ്ട് വന്നാൽ മതി. ദാഹിച്ചിട്ടാണ്. ശരി, ഞാൻ അകത്ത് എടുത്തിട്ട് വരാം. മണ്ടി, വീട്ടിൽ ആരുമില്ലെന്ന് പറഞ്ഞു തന്നിരിക്കുന്നു. ഇവളുടെ പുറകെ പോകണം. ഇവളുടെ വീട്ടിൽ വെച്ചേക്കുന്ന സ്വർണ്ണങ്ങൾ ഇവളെ കൊണ്ട് തന്നെ എടുപ്പിക്കണം. ഈ അങ്കിള് പുറത്ത് നിൽക്കാന്ന് പറഞ്ഞിട്ട് അകത്തേക്ക് കയറിയോ? വളരെ ഉപകാരം മോളെ. ആ വെള്ളം ഇങ്ങതാ. ഇന്നാ അങ്കിളെ, വേഗം കുടിച്ചിട്ട് പോയിക്കോ. അയ്യോ അങ്കിൾ, എന്തേ കാണിച്ചേ? മിണ്ടി പോകരുത്. ഇവിടെ ആരുമില്ല. ഒച്ച വെച്ചാലുണ്ടല്ലോ. അയ്യോ, എന്നെ വീട് അങ്കിളെ. അയ്യോ, ആരെങ്കിലും ഓടി വായോ. നിക്കടി അവിടെ. എങ്ങോട്ടാടി ഓടുന്നേ? മര്യാദക്ക് നിന്റെ അലമാരിയിലുള്ള സ്വർണ്ണവും പണവും എടുക്കടി. എവിടെ അടി വെച്ചേക്കണേ? എന്റെ മുടിന്ന് വീട് അങ്കിളെ. ഇവിടെ സ്വർണ്ണവും പണമൊന്നും ഇല്ല. എനിക്ക് വേദനിക്കുന്നു അങ്കിളെ. എന്റെ വീട് അങ്കിളെ. ഇവിടെ സ്വർണ്ണമൊന്നും ഇല്ല. സത്യ ഞാൻ പറഞ്ഞത് അങ്കിളെ. എങ്ങോട്ടടി ഓടുന്നേ? സ്വർണ്ണവും പണവും ഇല്ലെന്നോ? അലമാരി തുറന്ന് കാണിക്കടി. വേഗം എടുത്തോ.
അറിയാതെ സ്വർണ്ണം കൊടുക്കണേ എടുക്കാൻ. എങ്ങോട്ടാടി നീ ഓടുന്നേ? നക്ഷത്രം അവിടെ വീട്ടിലില്ലാന്നത് ഭാഗ്യം അല്ലേ കുണിക്ക്? അതെന്താ? ബുക്ക് കിട്ടി അമ്മ പഠിക്കാൻ പറയും. ഇതാകുമ്പോ നക്ഷത്രയുടെ കയ്യിൽ നിന്ന് ബുക്ക് കിട്ടിയില്ലെന്ന് പറഞ്ഞ് ഇന്ന് മുഴുവൻ പഠിക്കണ്ടല്ലോ. എന്റെ വീട് കള്ളൻ കള്ളൻ. അയ്യോ കുണിക്ക്, നിത്യേച്ചിയുടെ കരച്ചിലല്ലേ കേൾക്കുന്നേ? കള്ളൻ കയറിയെന്നാ തോന്നുന്നേ. ഞാൻ വേഗം അകത്ത് കയറാം. നീ പുറകുവശത്തുള്ള രമണിയാന്റിനെ വിളിച്ചോണ്ട് വച്ചല്ലേ നിത്യേച്ചി. അയ്യോ കള്ളനോ, നിത്യേച്ചിനെ രക്ഷിക്കണം. തുറക്കടി അലമാര, നിനക്കറിയാലോ എവിടെയാ താക്കോൽ ഇരിക്കണേന്ന്. സ്വർണ്ണവും പണവും എടുക്കടി, അലമാര തുറക്കടി. നിത്യേച്ചി അയ്യോ ഒരു ചേച്ചിനെ വിടടാ. അയ്യോ നീതു മോളെ, നീതു. നിന്റെ ചേച്ചിയാണെങ്കിൽ മിണ്ടരുത്. നീ വേഗം അലമാരയുടെ താക്കോലെടുത്ത് അലമാര തുറക്കടി, ഇല്ലെങ്കിൽ നിന്റെ ചേച്ചീനെ ഞാനിന്ന് കൊല്ലും. ഇവിടെ എന്റെ ചേച്ചിയുടെ മുടി വിടടാ. ഇവിടെ അലമാരി താക്കോലും ഒന്നുമില്ല. എന്റെ ചേച്ചിയുടെ മുടി വിടടാ, വിടടാ, പോടാ. അത് പറയാൻ നീ ആരാടി? നിങ്ങളെ രണ്ടുപേരെ ഞാൻ വിടില്ല. മര്യാദ അലമാര തുറക്കടി. നീതുമോളെ, നീതുമോളെ, നമ്മൾ എങ്ങനെ രക്ഷപ്പെടും? നമുക്ക് അലമാരി തുറന്നു കൊടുക്കാം. എന്റെ മുടിന്ന് വിടും. വേണ്ട ചേച്ചി, ഇവൻ അലമാരി തുറന്നു കൊടുക്കരുത്. ഇവൻ എന്താ ചെയ്യണേന്ന് കാണാലോ. ഇവന് ഞാൻ ഒരു 2 മിനിറ്റ് സമയം കൂടി ഞാൻ 2 പേർക്കും തരും. അത് കഴിഞ്ഞ് നിങ്ങൾ അലമാരി തുറന്ന് തന്നില്ലെങ്കിൽ രണ്ടിനെ ഞാൻ കൊല്ലുന്ന. ഇങ്ങോട്ട് വാടി രണ്ടും. അലമാരിയുടെ അടുത്തോട്ട് വാടി, തുറക്കടി. സ്വർണവും പണവും എടുക്കടി. അയ്യോ കുണിക്കുമോളെ, ഓടി രക്ഷപ്പെട്ടോ. ആരാടി നീ ഉണക്ക കത്തിയിട്ട് എന്നെ പേടിപ്പിക്കാൻ വന്നേക്കുന്നോ? അയ്യോ കുണിക്കുമോളെ, കുണിക്കുമോളെ ഓടിക്കോ. ചിരിപ്പിക്കാതെ പോടി പെങ്കൊച്ചെ. കണ്ണ്, അയ്യോ എന്റെ കണ്ണ് എടി, നിന്നെ ഞാൻ കണ്ണേ കണ്ണേ എന്റെ കണ്ണ്. നിങ്ങൾ പോ മക്കളെ, ഇവന്റെ കാര്യം ഞാൻ നോക്കിക്കോളാം. നടക്കട ഇങ്ങോട്ട്, നിന്നെ കത്ത് പോലീസ് ഇപ്പൊ എത്തും.